റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 6ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ്. താഴെ 6 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ അതിനോട് യോജിക്കുന്നത് ഇടത് സൈഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരങ്ങളെടുത്ത് ഈ ഭാഗത്തേക്ക് എഴുതാൻ. അതിലിവിടെ ഉള്ളത് അനിൽ മുൻകരി ആയത്തൻ ബിൽ മാറൂഫി അഷദ്ദു ഹുബ്ബല്ലില്ല ഉഖ്രിജത്ത് ലിന്നാസി ഫദഊഹു ബിഹാ എന്നൊക്കെയാണ്. ഇനി നോക്കുക. ഒന്നാമത്തേത് കുന്തും ഖൈറ ഉമ്മത്തിൻ. എന്താണ് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇവിടെ ഉള്ളത്. ഇതാണ് അതിൻ്റെ ആൻസർ. അതിനോട് യോജിക്കുന്നത് ഉഖ്രിജത്ത് ലിന്നാസി എന്നാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസി. ഇനി അതിൻ്റെ ബാക്കിയാണ് അടുത്തത് വരുന്നതും. എന്താണ് രണ്ടാമത്തത്? തഅ്മുറൂന, അവർ കൽപ്പിക്കും. എന്തുകൊണ്ട്? ഇതാണ് അതിൻ്റെ ആൻസർ. ബിൽ മഅറൂഫ്, നന്മകൾ കൊണ്ട്, നന്മ കൊണ്ട് കൽപ്പിക്കും എന്നാണ്. ഉത്തമ സമുദായത്തെക്കുറിച്ച് പറയുന്നതാണത്. ഇപ്പോൾ ബിൽ മഅറൂഫി. ഇനി വതൻഹൗന, അവർ വിരോധിക്കും. എന്തുകൊണ്ട്? ബിൽ അനിൽ മുൻകരി എന്നാണ്, വെറുക്കപ്പെട്ട കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ അതാണ് മൂന്നാമത്തേത് വരിക. അനിൽ മുൻകർ അല്ലെങ്കിൽ അനിൽ മുൻകരി എന്ന ഇതാണ്. വതൻഹൗന അനിൽ മുൻകരി അല്ലേ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അതുവരെ ഒരു ഒന്നായിട്ടുള്ള ഭാഗം ഇവിടെ 3 ഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. ഇനി നാലാമത്തേത് എന്താ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് പരിശുദ്ധ നാമങ്ങളുണ്ട്, അതുകൊണ്ട് ദുആ ചെയ്യുക എന്നാണ്. അതിൻ്റെ ബാക്കി ഭാഗം ഇവിടെ ഉണ്ട്. ഇതാണ് നാലാമത്തേത്. അപ്പോൾ എന്തായി? ഫദഊഹു ബിഹാ എന്ന ഇത്. അപ്പോൾ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഊഹു ബിഹാ. 5 ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും, ഇത് നിങ്ങൾക്കുള്ള അള്ളാഹുവിൻ്റെ ഒട്ടകമാണ് അല്ലേ. ഇനി എങ്ങനെ? അത് ദൃഷ്ടാന്തമായിട്ടുള്ള ആയത്തായിട്ടുള്ള ആയത്തൻ എന്നാണ്. അപ്പോൾ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ദൃഷ്ടാന്തമായി ആയത്തൻ. ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയത്തൻ. 6ാമത്തത് വല്ലദീന ആമനൂ. ഇതാണ് അഷദ്ദു ഹുബ്ബല്ലില്ല, അള്ളാഹുവിനോടായിരിക്കും ഏറ്റവും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞല്ലോ. അഷദ്ദു ഹുബ്ബല്ലില്ല എന്നാണ് ഇവിടെ ഇതുണ്ട്. അപ്പോൾ എങ്ങനെ? എന്തായി? വലില്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ല. അപ്പോൾ അതിങ്ങനെ നമുക്ക് യോജിപ്പിക്കാം. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം. ഇവിടെ 3 ചോദ്യങ്ങളാണുള്ളത്. അതിൽ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കുക. ഒന്നാമത്തത് ഹബീബിനെ ഹബീബിലേക്ക് ഡാഷ് എന്നാണ്. ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കൂ എന്നാണ് അവിടെ ചേർക്കാനുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവും. ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കൂ, അതാണ് അവിടെ വേണ്ടത്. 2 ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഡാഷ് വെള്ളമാണ്. അപ്പോൾ ഏത് വെള്ളമാണ് അവിടെ എഴുതി കൊടുത്താൽ അത് കംപ്ലീറ്റ് ആകും. ഏതാണ് അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവിരലുകൾക്കിടയിൽ നിന്ന് വന്ന അത്ഭുത, അതാണ് അവിടെ ചേർക്കേണ്ടത്. വെള്ളമാണ് എന്നവിടെ ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവിരലുകൾക്കിടയിൽ നിന്ന് വന്ന, അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ടത് അത്ഭുത വെള്ളമാണ്. 3 ഏറ്റവും ഉത്തമമായ സമുദായമാണ് ഡാഷ് സമുദായം. അതാരുടെ സമുദായമാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്നവിടെ ചേർത്തിട്ട് കംപ്ലീറ്റായി. ഏറ്റവും ഉത്തമമായ സമുദായമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം. ഇനി 3ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. അതിലൊന്നാമത്തെ ചോദ്യം, കറാമത്തും മോചിതത്വം തമ്മിലുള്ള വ്യത്യാസം എന്ത്? കറാമത്തും മോചിതത്വം തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ടും എന്താണെന്ന് എഴുതി കൊടുത്താൽ തന്നെ അത് വ്യത്യാസമായി. എന്താണ്? അംബിയ മുർസലുകളിൽ നിന്ന് ഉണ്ടാകുന്നത് മോചിതത്വം, ഔലിയാക്കളിലൂടെ പ്രകടമാകുന്നത് കറാമത്വമാണ് അല്ലേ. അപ്പോൾ അതങ്ങനെ എഴുതാം. ഞാനിവിടെ ചുരുക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അംബിയ മുർസലുകളിൽ
എന്നാണ് എഴുതിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? അംബിയാ മുർസലുകളിൽ നിന്നുണ്ടാകുന്നത് എന്ന് എഴുതണം, മുഅ്ജിസത്തും. പിന്നെ ഔലിയാക്കളിലൂടെ എന്ന് എഴുതിയിട്ടുള്ളൂ, അത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്നത് എന്നും പാടെ കൂട്ടണം, അത് കറാമത്തുമാണ്. ഇനി രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ അസ്മാ കൊണ്ട് ലഭിക്കുന്ന 2 ഗുണങ്ങൾ. അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്ന നമുക്കറിയാലോ, അതുകൊണ്ട് ലഭിക്കുന്ന 2 ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് പേജ് നമ്പർ 10 ആ ഗുണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, മനഃപ്പാഠമാക്കിയവന് സ്വർഗം ലഭിക്കും. മറ്റൊന്ന്, അതുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും. അത് രണ്ടും എഴുതാം. എന്തൊക്കെയാണ്? മനഃപ്പാഠമാക്കിയവന് സ്വർഗം ലഭിക്കും എന്നും കൂടി എഴുതാം. ഞാനിവിടെ ഒക്കെ ചുരുക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും. ലഭിക്കും എന്ന് രണ്ടിടത്തും ചേർക്കണം. 3, ഔലിയാ എന്നാൽ ആരാണ്? ആരാണ് ഔലിയാ? അത് 16-ാമത്തെ പേജിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഔലിയാ? അള്ളാഹുവിനെയും അവൻ്റെ സിഫത്തുകളെയും കഴിയുന്നത്ര മനസ്സിലാക്കി ആരാധനകളിൽ സ്ഥിരത പുലർത്തുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വിനോദങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാ. അത് കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് ഞാനത് വളരെ ചുരുക്കി ഷോർട്ടാക്കിയിട്ട് എഴുതാണ്. പേജ് നമ്പർ 16 ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ അവിടെ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം. ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ അള്ളാഹുവിനെയും പിന്നെ അവൻ്റെ സിഫത്തുകളെയും കഴിയുന്നത്ര മനസ്സിലാക്കി ആരാധനകളിൽ സ്ഥിരത പുലർത്തുകയും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വിനോദങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാ. അത് പിന്നെ 5-ാമത്തെ പാഠാണ്. 16-ാമത്തെ പേജിൽ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. 5-ാമത്തെ പാഠം 16-ാമത്തെ പേജ്. അതിൽ നിന്ന് മനസ്സിലാക്കാം, പഠിക്കുക. ഇനി അടുത്തത് 4-ാമത്തത് ആശയം എഴുതാം, അർത്ഥം എഴുതാമെന്നും പറയാം. ആശയമൊക്കെ ഒന്ന് തന്നെയാണ്. അതിൽ 1-ാമത്തത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു. അതിൻ്റെ പിന്നെ അർത്ഥമാണ് എഴുതേണ്ടത്. നമ്മൾ 2-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, അഥവാ 8-ാമത്തെ പേജിലുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. നബിയെ തങ്ങൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അതാണ്. ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നബിയെ നിങ്ങൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ബാക്കി എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും എന്നാണ്. ഇത് 2-ാമത്തെ പാഠം അതിലുണ്ട്. പാഠം 2 പിന്നെ 8-ാമത്തെ പേജിലുണ്ട് അതിൻ്റെ അർത്ഥം. 2 അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തുർഫുക് എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അത് അങ്ങയുടെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാൻ അത് ഇവിടെ എത്തിക്കാം എന്നാണ്, അല്ലേ? എന്താണ്? അങ്ങയുടെ കണ്ണടച്ച് തുറക്കും മുമ്പ് ഞാനത് ഇവിടെ എത്തിക്കാം. അതിവിടെ എഴുതിയിട്ടുണ്ട്. അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തുർഫുക്, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്തത് 5-ാമത്തത് ഒരു മുഅ്ജിസത്ത് എഴുതാം എന്നാണ്. ഒരു മുഅ്ജിസത്ത് എഴുതാം. ഇവിടെ 4 പ്രവാചകന്മാരെ പേര് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഓരോ മുഅ്ജിസത്ത് എഴുതാനാണ്. അതിൽ 1-ാമത്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബിയുടെ മുഅ്ജിസത്ത് തന്നെയാണ്. നമ്മളിത് 13-ാമത്തെ പേജിൽ അഥവാ 4-ാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെ പറയുന്നു? ഇസ്രാ, മിറാജ് യാത്രകൾ, അതേപോലെ ചന്ദ്രൻ പിളർന്ന സംഭവം, മരങ്ങൾ, കല്ലുകൾ മുതലായവ വിധങ്ങളോട് സംസാരിച്ചതൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പ് പിന്നെ നബിയുടെ കൈവിരലുകൾക്കിടയിൽ നിന്ന് വന്ന അത്ഭുത ജലം, അതൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആനാണല്ലോ. അപ്പോൾ നമുക്ക് അത് എഴുതാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഏതെഴുതിയാലും കുഴപ്പമില്ല. ഇസ്രാ, മിറാജ് യാത്രകൾ എഴുതാം, അതൊക്കെ വേണമെങ്കിൽ എഴുതാം. ഞാനിവിടെ വിശുദ്ധ ഖുർആൻ എന്ന് എഴുതുന്നുണ്ട്. ഏറ്റവും വലിയ മുഅ്ജിസത്ത് ആയതുകൊണ്ട് അതന്നെ എഴുതാണ്. ഇനി 2-ാമത്തത് ഏത് എഴുതട്ടോ, അതന്നെ എഴുതണം എന്നൊന്നുമില്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്ത് ഏതാ? 14-ാമത്തെ പേജിൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ പേജിൽ പറയുന്നുണ്ട്. മരിച്ചവരെ ജീവിപ്പിച്ചു, അതേപോലെ മാറാവ്യാധികൾ സുഖപ്പെടുത്തി. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാം. ഞാനിവിടെ മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. 3-ാമത്തത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയാണ്. നമുക്കറിയാം, നിലത്തിട്ടാൽ പാമ്പാവുന്ന വടി, അത് എഴുതാം. നിലത്തിട്ടാൽ പാമ്പാകുന്ന വടി, അതാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രധാന മുഅ്ജിസത്ത്. ഇനി 4-ാമത്തത് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്ത് ഏതാണ്? പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറത്തെടുത്തത്, അപ്പോൾ അതവിടെ എഴുതാം.
സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആൻ എഴുതിയിട്ടുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മരിച്ചവരെ ജീവിപ്പിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ നിലത്തിട്ടാൽ പാമ്പാകുന്ന വടി സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറത്തെടുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് മുഅ്ജിസത്തുകളായിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത 6ാമത്തെ ആക്ടിവിറ്റി അള്ളാഹുവിൻ്റെ അസ്മാഉകളിൽ നിന്ന് 6 എണ്ണം എഴുതാം എന്നാണ്. അസ്മാഉൽ ഹുസ്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 6 എണ്ണം എഴുതാനാണ്. അതിൽ അള്ളാഹു എന്നുള്ളതാണ് ഫസ്റ്റത്തെ വരുന്നത്. അതാണ് ഒഴിവാക്കിയിട്ട് ഞാൻ അർ-റഹ്മാൻ അതാണ് ആദ്യം എഴുതേണ്ടത്. അർ-റഹ്മാൻ. പിന്നെ അർ-റഹീം എന്ന് എഴുതണു രണ്ടാമതായിട്ട്. പിന്നെ അൽ-മലിക് അത് എഴുതണം മൂന്നാമതായിട്ട്. പിന്നെ 4ാമതായിട്ട് അൽ-ഖുദ്ദൂസ്. ഇങ്ങനെ ഓർഡർ വേണമെന്നൊന്നുമില്ല, പക്ഷേ ഓർഡറിൽ എഴുതുന്നതാണ് അതിൻ്റെ ഭംഗി. ഓർഡറിൽ ചോദിക്കുകയാണെങ്കിൽ നമ്പറൊക്കെ ഇട്ട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ 5ാമത്തത് അസ്സലാം എന്ന് എഴുതണു. ഞാൻ അള്ളാഹു എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. എന്നിട്ട് ബാക്കിയാണ് ചോദ്യത്തിൽ അള്ളാഹുവിൻ്റെ എന്ന് കൊടുത്തുകൊണ്ട് ഞാനതൊന്ന് ഒഴിവാക്കിയെന്ന് മാത്രം. ഇനി അൽ-മുഅ്മിനു അത് എഴുതാം. ഇനിയിപ്പോൾ അള്ളാഹു എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അസ്മാഉൽ ഹുസ്ന തന്നെയാണല്ലോ. അപ്പോൾ 6 അസ്മാഉൽ ഹുസ്നകൾ എഴുതിയിട്ടുണ്ട്. അർ-റഹ്മാൻ, അർ-റഹീം, അൽ-മലിക്, അൽ-ഖുദ്ദൂസ്, അസ്സലാം, അൽ-മുഅ്മിൻ. ഇനി 7ാമത്തെ ആക്ടിവിറ്റി 2 എണ്ണം വീതം എഴുതാം എന്നാണ്. 2 ഉത്തരങ്ങൾ എഴുതി കൊടുക്കാം. അതിൽ 2 ചോദ്യങ്ങളുണ്ട്. അതിൽ 1ാമത്തെ ചോദ്യം അള്ളാഹുവിനോട് ഇഷ്ടം വളർത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ. അള്ളാഹുവിനോട് ഇഷ്ടം വളർത്താൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 7ാമത്തെ പേജിൽ 2ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതിലൊന്ന് അള്ളാഹുവിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് ചിന്തിക്കുക, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നന്നായി അറിയുക. അത് 2 എഴുതാം. ഞാൻ 2 എണ്ണം ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 അള്ളാഹുവിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് ചിന്തിക്കുക, 2 അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നന്നായി അറിയുക. 2ാമത്തത് എന്താ? നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്നതിൻ്റെ അടയാളങ്ങൾ. അത് ആ പാഠത്തിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് താഴെ തന്നെ പറയുന്നുണ്ട്. ഏതാ? അങ്ങനെ ഹെഡിങ്ങനെ കൊടുത്തേക്കണം. നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്നതിൻ്റെ ചില അടയാളങ്ങൾ എന്താണ്? 1 അള്ളാഹുവിൻ്റെ ലിഖായിൽ ആഗ്രഹം ഉണ്ടാവുക. പിന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തേക്കാൾ പരിഗണന നൽകുക. പിന്നെ അള്ളാഹുവിൻ്റെ സ്വാലിഹുകളായ അടിമകളോട് ഇഷ്ടമുണ്ടാവുക. പിന്നെ അതിൻ്റെ അപ്പുറത്തെ പേജിലും 2 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ അവസാനത്തത് നബി തങ്ങളെ പിന്തുടരുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാനിവിടെ 2 എണ്ണം എഴുതുന്നു. ഞാനിവിടെ ആദ്യത്തേതും അവസാനത്തതാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ സ്ഥലത്ത് എഴുതി തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് എഴുതിയിട്ടുള്ളത്. 1 അള്ളാഹുവിൻ്റെ ലിഖായിൽ ആഗ്രഹം ഉണ്ടാവുക. പിന്നെ അവസാനത്തത് നബി തങ്ങളെ പിന്തുടരുക. ഇതന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്കറിയുന്നത് ഏത് എഴുതാം. അടുത്തത് 8ാമത്തെ ക്രമത്തിലാക്കാം എന്നാണ്. അതിലിവിടെ ഉള്ളത് മിനൽ മാഇൽ ബാരിദി വഹുബ്ബ മൻ അഹബ്ബക വജഅൽ ഹുബ്ബക അല്ലാഹുമ്മ ർസുഖ്നി ഹുബ്ബക വഹുബ്ബ മാ യുഖർരിബുനി ഇലാ ഹുബ്ബക്, പിന്നെ അഹബ്ബ ഇലയ്യ എന്നൊക്കെയാണ്. അത് ഏതാണ്? അതിൽ 1ാമത്തത് ഏതാണ്? അല്ലാഹുമ്മ ർസുഖ്നി ഹുബ്ബക എന്നാണ്. ഇതാണ് 1ാമത്. 2ാമത് ഏതാ വരിക? വഹുബ്ബ മൻ അഹബ്ബക. 3ാമത് ഏതാ വരിക? ഇതാ വഹുബ്ബ മാ യുഖർരിബുനി ഇലാ ഹുബ്ബിക്. 4ാമത് വജഅൽ ഹുബ്ബക. പിന്നെ 5ാമതായിട്ട് ഏതാണ്? വജഅൽ ഹുബ്ബക കഴിഞ്ഞിട്ട് അഹബ്ബ ഇലയ്യ, അതാണ് 5ാമതായിട്ട് വരിക. അവസാനം 6ാമത്തത് മിനൽ മാഇൽ ബാരിദി എന്നാണ്. അപ്പോൾ അതെങ്ങനെ പറയും? അല്ലാഹുമ്മ ർസുഖ്നി ഹുബ്ബക വഹുബ്ബ മൻ അഹബ്ബക വഹുബ്ബ മാ യുഖർരിബുനി ഇലാ ഹുബ്ബിക വജഅൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിനൽ മാഇൽ ബാരിദി. അങ്ങനെ പറയാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.